ഓക്കെ, നമ്മളിപ്പോ ഇത്ര ദിവസം ഞാനൊരു ബേസിക് കാര്യങ്ങളാണ് പഠിപ്പിച്ചത്. ഞാൻ എന്താണ് HTML, എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, എന്താണ് വെബ്സൈറ്റ്, അല്ലെങ്കിൽ എന്താണ് W3 സ്കൂൾസ്, അല്ലെങ്കിൽ എന്താണ് ബ്ലോഗ്, എന്താണ് ഡൊമൈൻ, എന്താണ് വെബ്സൈറ്റിന്റെ പലതരം പേജസ്, എന്താണ് ടൈറ്റിൽ, എന്താണ് ഡിസ്ക്രിപ്ഷൻ, ഇതൊക്കെയാണ് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചത്. നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ക്ലാരിറ്റി ആയെന്ന് വിചാരിക്കുന്നു. ഓരോ വെബ് പേജിനെ കുറിച്ച് എന്താണ്, ഓരോ വെബ് പേജിലെ കണ്ടന്റ് എന്താണ്, അല്ലെങ്കിൽ വെബ്സൈറ്റ് എന്താണ്, എങ്ങനെയൊക്കെയാണ് ഒരു വെബ്സൈറ്റ് കണ്ടന്റ് അപ്ഡേറ്റ് ചെയ്യണത്, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു ഹാൻഡ് ഓൺ എക്സ്പീരിയൻസ് കിട്ടിയെന്ന് വിചാരിക്കണം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് SEO. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് SEO. SEO എന്ന് പറഞ്ഞാൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. SEO ഇതിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. വെരി ഇൻട്രസ്റ്റിംഗ് സെഷൻ ആയിരിക്കും ഞാനിന്ന് എടുക്കുന്നത്. SEO എന്ന് പറഞ്ഞാൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ഇന്ന് തൊട്ട് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ടായിരിക്കും പഠിക്കുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി അല്ലെ, ഓരോരുത്തരും ഓരോ വെബ്സൈറ്റുകൾ ഉണ്ടാക്കി. നിങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ഇൻഫോർമേഷൻസ് ഒക്കെ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രൊഡക്റ്റിന്റെ ഇൻഫോർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി. ഇനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ വെബ്സൈറ്റിലേക്ക് ക്വാളിറ്റി വിസിറ്റേഴ്സിനെ കൊണ്ടുവരുന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഈ വെബ്സൈറ്റിലേക്ക് ക്വാളിറ്റി വിസിറ്ററെ കൊണ്ടുവരണം. ക്വാളിറ്റി വിസിറ്ററെ കൊണ്ടുവന്നാൽ മാത്രമാണ് നമ്മുടെ വെബ്സൈറ്റിലുള്ള ഇൻഫോർമേഷൻസ് അവർക്ക് മനസ്സിലാവുകയും അതിൽ അവർ എൻക്വയറി നടത്തുകയും ചിലപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ വാങ്ങുകയോ ചെയ്യൂ. അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഇന്റർനെറ്റിൽ നിന്നും ക്വാളിറ്റി വിസിറ്റേഴ്സിനെ കൊണ്ടുവരണം. അത് ക്ലിയർ ആണല്ലോ? ഞാൻ ഇപ്പൊ പറഞ്ഞ കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ അതായത് നമ്മളിപ്പോ നമ്മുടെ ഇൻഫോർമേഷൻസ് എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്? വെബ്സൈറ്റിലാണോ? ചിലപ്പോൾ നമ്മുടെ ഇൻഫോർമേഷൻസ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ചിലപ്പോൾ നമ്മുടെ ഇൻഫോർമേഷൻസ് യൂട്യൂബിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ചിലപ്പോൾ നമ്മുടെ ഇൻഫോർമേഷൻസ് ആമസോൺ ഫ്ലിപ്കാർട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. നമ്മുടെ ഇൻഫോർമേഷൻസ് ഇന്റർനെറ്റിൽ എവിടെയാണോ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടേക്ക് ഇന്റർനെറ്റിൽ നിന്നും ക്വാളിറ്റി വിസിറ്ററെ കൊണ്ടുവരുന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതിലുള്ള ഒരു മെത്തേഡാണ് SEO, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളിവിടെ ഗൂഗിളിൽ ചെന്നിട്ട് ഒരു സെക്കൻഡ്, നമ്മളിവിടെ ഗൂഗിളിൽ ചെന്നിട്ട് ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി എന്ന് സെർച്ച് ചെയ്തു, അല്ലെങ്കിൽ ഫ്ലാറ്റ്സ് ഇൻ ചെലഹല്ലി സെർച്ച് ചെയ്തു. നമ്മളിവിടെ ഫ്ലാറ്റ്സ് ഇൻ സെർച്ച് ചെയ്തു. സെർച്ച് ചെയ്ത് കാണുമ്പോൾ ഇവിടെ ഇപ്പൊ സ്പോൺസേഡ് വരുന്നില്ല. ചില സമയത്ത് നിങ്ങളെ ഞാനത് കാണിച്ചു തന്നതല്ലേ, ഇവിടെ മുകളിൽ സ്പോൺസേഡ് ഉണ്ടാവും. ഇവിടെ നമ്മളിപ്പോ പഠിക്കുന്നത്, ഇപ്പൊ നിങ്ങൾ എക്സാമ്പിൾ പറഞ്ഞാല് ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി എന്ന് സെർച്ച് ചെയ്തു. സെർച്ച് ചെയ്യുമ്പോൾ കണ്ട, ഇവിടെ തൊട്ടാണ് SEO സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുണ്ടോ, ഇവിടെ സ്പോൺസേഡ് എഴുതിയിട്ടില്ല അല്ലെ? ഇതൊക്കെ SEOന്റെ ഭാഗമാണ്. ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതൊരാൾ 99 ഏക്കേഴ്സ് ആണ്. ഇത് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ആണ്. ഇത് മാജിക് ബ്രിക്സ് ആണ്.
അപ്പൊ SEO എന്ന് പറഞ്ഞാൽ ശരിക്കും ശ്രദ്ധിക്കുക, അപ്പോഴാണ് മനസ്സിലാവും. SEOന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ ഓഫർ ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിനെ ടോപ്പിലേക്ക് കൊണ്ടുവരുന്നതാണ് SEO. ഇപ്പൊ ഞാനിവിടെ ഫ്ലാറ്റ്സ് ഇൻ കൊച്ചിന്ന് സെർച്ച് ചെയ്തപ്പോൾ ഈ 99 ഏക്കേഴ്സിന്റെ വെബ്സൈറ്റ് ആണ് SEOയിൽ ഫസ്റ്റ്. അപ്പോ ഫ്ലാറ്റ്സ് ഇൻ കൊച്ചിന്ന് ഒരാൾ സെർച്ച് ചെയ്യുന്നു, ഈ സൈറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു, അവരുടെ വെബ്സൈറ്റിലേക്ക് പോകുന്നു, അവിടെ പോയി അവരൊരു എൻക്വയറി നടത്തുന്നു, അവരുടെ സെയിൽസ് ടീം അതിനെ വിളിച്ച് അതിനെ കൺവേർട്ട് ആക്കുന്നു. അതിനെയാണ് ദാറ്റ് ഈസ് കോൾഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇപ്പൊ നിങ്ങൾ ഓരോ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ടോപ്പിൽ വരണം. ഇപ്പൊ ശ്രുതിയുടെ സൈറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ആരോ ക്രാഫ്റ്റ് ആൻഡ് ആർട്ടിന്റെ വെബ്സൈറ്റ് ഉണ്ടാക്കി, ആരെങ്കിലും ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്ലോഗ് ഇവിടെ കൊണ്ടുവരണം. ആ കൊണ്ടുവരുന്നതിനാണ് SEO എന്ന് പറയാ. അതെങ്ങനെയൊക്കെയാണ് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. എന്തിനാണ് നമ്മൾ അങ്ങനെ ടോപ്പിലേക്ക് കൊണ്ടുവരുന്നത്? നമുക്കത് വഴി നമ്മുടെ വെബ്സൈറ്റിലേക്ക് വേണമെങ്കിൽ ട്രാഫിക് കിട്ടും. എന്തിനാണ് നമ്മൾ ട്രാഫിക് കൊണ്ടുവരുന്നത്? നമ്മുടെ വെബ്സൈറ്റിലുള്ള സർവീസ് അവരെ കൊണ്ട് വാങ്ങിപ്പിക്കാനാണ് നമ്മൾ ട്രാഫിക് കൊണ്ടുവരുന്നത്. നമ്മൾ ഇതൊക്കെ ചെയ്തത് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഹൈ ക്വാളിറ്റി ട്രാഫിക് കൊണ്ടുവരാനാണ് നമ്മൾ ബേസിക്കലി ചെയ്യുന്നത്. അതിലെ ഒരു ഭാഗമാണ് SEO. ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എനി ഡൗട്ട്? ഒന്നുമില്ല? ക്രിസ്റ്റൽ ക്ലിയർ ആണോ? ഗുഡ്. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ പ്ലീസ്. ക്ലിയർ സർ. വെരി ഗുഡ്. ഇനി സപ്പോസ് ഇവിടെ ഇത് നിങ്ങളുടെ സൈറ്റ് ആണ്. സപ്പോസ് ഇപ്പൊ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന് സെർച്ച് ചെയ്തപ്പോൾ ഇവിടെ നിങ്ങളുടെ സൈറ്റ് വന്നു. ഇവിടെ ഇങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ സൈറ്റ് ഇവിടെ വന്നു, സ്ക്രീനിൽ ഡിസ്പ്ലേ ആയി. സ്ക്രീനിൽ ഡിസ്പ്ലേ ആവണേനാണ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. അതിനെയാണ് ഇംപ്രഷൻ എന്ന് പറയാ. സ്ക്രീനിൽ ഡിസ്പ്ലേ ആയി. ചിലപ്പോ ഈ ഡിസ്പ്ലേ ആയിരിക്കുന്നത് താഴെ ആയിരിക്കാം, ചിലപ്പോ ഇത് ഡിസ്പ്ലേ ആയിരിക്കുന്നത് മുകളിലായിരിക്കാം. എനിവേർ ഈ സ്ക്രീനിൽ ഡിസ്പ്ലേ ആയാൽ മതി. ചിലപ്പോൾ ഇവിടെ നമുക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ താഴെ ആയിരിക്കും ഡിസ്പ്ലേ ആയിരിക്കണേ, ചിലപ്പോൾ ഇവിടെ ആയിരിക്കും ഡിസ്പ്ലേ ആയിരിക്കുന്നത്. സ്ക്രീനിൽ ഡിസ്പ്ലേ ആയാൽ ഇനി നമ്മുടെ സൈറ്റ് സെക്കൻഡ് പേജിലാണ് ലിസ്റ്റ് ചെയ്യിക്കണതായിരിക്കും ഇവിടെ ചൂമ ക്ലിക്ക് ചെയ്യുമ്പോൾ. അപ്പൊ നമ്മൾ സെക്കൻഡ് പേജിലേക്ക് പോയാൽ മാത്രമാണ് ഇംപ്രഷൻ ജനറേറ്റ് ആവൂ. അപ്പൊ ഫസ്റ്റ് പേജിൽ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വരുന്നതിനാണ്. അപ്പൊ നമ്മുടെ ഇപ്പൊ സപ്പോസ് നമ്മൾ ഇവിടെ ഒരു സൈറ്റ് വന്നിട്ടുണ്ട്, അതായത് 99 ഏക്കേഴ്സിന് ഒരു ഇംപ്രഷൻ കിട്ടി എന്നാണ് അർത്ഥം. നിങ്ങളും ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്തു, നിങ്ങളും ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുമ്പോൾ ഫ്ലാറ്റ്സ് ഇൻ കൊച്ചിന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ 3 പേരും സെർച്ച് ചെയ്തു. ഫ്ലാറ്റ്സ് ഇൻ കൊച്ചിന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ 99 ഏക്കേഴ്സിന് വന്നിട്ടുണ്ടാവും. അപ്പൊ ഞാനും സെർച്ച് ചെയ്തു, അപ്പൊ 99 ഏക്കേഴ്സിന് ടോട്ടൽ 4 ഇംപ്രഷൻ കിട്ടി എന്നാണ് അർത്ഥം. അത് ക്ലിക്ക് ചെയ്യണമെന്നില്ലല്ലോ, നമുക്ക് കാണുമ്പോൾ തന്നെ ഇംപ്രഷൻ ആണ്. അതെ, അതാണ് ടോട്ടൽ ഇംപ്രഷൻ 4. ഞാൻ ഇതുമേ ക്ലിക്ക് ചെയ്തു. നമ്മൾ 4 പേരും ഫ്ലാറ്റ്സ് ഇൻ കൊച്ചിന്ന് സെർച്ച് ചെയ്തപ്പോൾ 4 ഇംപ്രഷൻ ജനറേറ്റ് ആയി. സപ്പോസ് ദെയർ വെബ്സൈറ്റ് ഈസ് ലിസ്റ്റഡ് ദർ. 4 പേര് സെർച്ച് ചെയ്തപ്പോൾ 4 ഇംപ്രഷൻ ആയി. ഞാൻ മാത്രം 99 ഏക്കേഴ്സിന് ക്ലിക്ക് ചെയ്തോളൂ. അപ്പൊ 99 ഏക്കേഴ്സിന് ഒരു ക്ലിക്ക് കിട്ടി. നിങ്ങളൊക്കെ ക്ലിക്ക് ചെയ്യണമെന്ന് ചിലപ്പോൾ കോൺഫിഡന്റ് ഗ്രൂപ്പിനായിരിക്കും, അപ്പൊ അവർക്ക് ഒരു ക്ലിക്ക് കിട്ടി. ചിലപ്പോൾ നമ്മൾ 4 പേര് 2 പേര് 99 ഏക്കേഴ്സിന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും, അപ്പൊ 2 ക്ലിക്ക് കിട്ടി. അതാണ് ക്ലിക്ക്. ഇംപ്രഷൻ ആൻഡ് ക്ലിക്ക് ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ഏത് നേരത്ത് വിളിച്ചു ചോദിച്ചാൽ അറിയേണ്ട ഒരു ടേമാണ് ഇംപ്രഷൻ.
ആൻഡ് ക്ലിക്ക്. അതുകൊണ്ടാണ് ഞാൻ അതിനെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നത്. ഇംപ്രഷൻ ആൻഡ് ക്ലിക്ക് ഡിജിറ്റൽ മാർക്കറ്റർ അറിഞ്ഞിരിക്കേണ്ട ടേമാണ്. ക്ലിയർ? അടുത്തതാണ് CTR. CTR എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ത്രൂ റേറ്റ്. ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ഡിവൈഡഡ് ബൈ ഇംപ്രഷൻ ഇൻറ്റു 100. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? CTR അല്ലെങ്കിൽ ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് പറയുന്നത്. ഇതിനെ പറയുന്നതാണ് CTR അല്ലെങ്കിൽ ക്ലിക്ക് ത്രൂ. എന്താണ് ക്ലിക്ക് ഡിവൈഡ് ബൈ ഇംപ്രഷൻ? എനിക്കിവിടെ എത്ര ക്ലിക്ക് കിട്ടി? 1 ക്ലിക്കാണ് കിട്ടിയത്. ഡിവൈഡ് ബൈ എത്ര ഇംപ്രഷൻ കിട്ടി? 4 ഇംപ്രഷൻ കിട്ടി ഇൻറ്റു 100. അപ്പൊ എത്ര വരും? അപ്പൊ ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് 1 ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 100 ഇംപ്രഷൻ കിട്ടി. അപ്പൊ ഇവിടെ നമ്മുടെ ഇംപ്രഷൻ 100 വിചാരിക്കാം. അപ്പൊ 100 ഇംപ്രഷൻ കിട്ടി. 5 ക്ലിക്ക് കിട്ടി വിചാരിക്കാം. 5 ക്ലിക്ക് അല്ലെങ്കിൽ 4 ക്ലിക്ക്. അപ്പൊ 5 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100. അപ്പൊ 100 പൊട്ടിപ്പോ നമ്മുടെ ക്ലിക്ക് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 5% ആണ് CTR. 100 പേരിൽ 5 പേര് ക്ലിക്ക് ചെയ്തു. ഇത് ക്ലിയർ ആയോ? Clear, sir. CTR കുറയുന്നതാണോ നല്ലത്, കൂടുന്നതാണോ നല്ലത്? കൂടുന്നല്ലേ? ഡെഫിനറ്റ്ലി. നമുക്ക് CTR കൂടുതൽ വേണ്ട അല്ലെ? കൂടുതൽ ആൾക്കാർ ക്ലിക്ക് ചെയ്യണം. അതെ. അപ്പൊ CTR കൂടുന്നതാണ് നല്ലത്. അതാണ് ക്ലിക്ക് ത്രൂ റേറ്റ്. നമുക്കിപ്പോ 100 പേരിൽ 10 പേര് ക്ലിക്ക് ചെയ്തു. അപ്പൊ നമ്മുടെ ആഡ് കുറച്ചും കൂടി, നമ്മുടെ ലിസ്റ്റിംഗ് കുറച്ചും കൂടി നല്ലതാണെന്നാണ് അർത്ഥം. അതാണ് ആൾക്കാർ ക്ലിക്ക് ചെയ്യുന്നത്. ചിലപ്പോ വേറെ കാരണം, ചിലപ്പോ നമ്മുടെ ലിസ്റ്റിംഗ് ടോപ്പിലായിരിക്കും. അപ്പൊ കൂടുതൽ ക്ലിക്ക് കിട്ടും. ക്ലിയർ ആയോ? ഇല്ല. Clear, sir. എന്താണ് ഇംപ്രഷൻ? എന്താണ് ക്ലിക്ക്? എന്താണ് CTR? ക്ലിയർ ആയോ? Yes, sir. എന്തെങ്കിലും ചോദിക്കാട്ടോ? CTR, ക്ലിക്ക് എപ്പോ ചോദിച്ചാലും അറിയേണ്ട ടേമാണ്. നിങ്ങൾ എഴുതിയെടുത്തിട്ടില്ല, അത് എഴുതിയെടുക്കാം. ക്ലിക്ക്, ഇംപ്രഷൻ ആൻഡ് CTR, ക്ലിക്ക് ത്രൂ റേറ്റ്. പിന്നെ നമ്മൾ ഗൂഗിളിൽ ഇവിടെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഡിഫോൾട്ട് ആയിട്ട് ഇവിടെ വരുന്നത് 10 എണ്ണമാണ്. ഡിഫോൾട്ടായിട്ട് ഇവിടെ വരുന്നത് 10 ലിസ്റ്റിംഗ് ആണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോൾ അടുത്തത് വരും. അങ്ങനെയാണ് നോർമലി വരാ. എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മുടെ സെറ്റിംഗ്സ്, നമുക്കിവിടെ സെറ്റിംഗ്സ് മാറ്റാം. വേണമെങ്കിൽ 20 ആക്കാം, 100 ആക്കാം. നമ്മൾ സെറ്റിംഗ്സ് ഒന്നും മാറ്റിയിട്ടില്ലെങ്കിൽ ഡിഫോൾട്ട് സെറ്റിംഗ്സ് 10 ആയിരിക്കും കാണിക്കുക SEO. ക്ലിയർ? ക്ലിയർ ആണോ? ക്ലിയർ. Yes, sir. വെരി ഗുഡ്. അപ്പൊ ഇതാണ് ഒരു ഇരി. SEO എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ആരെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിനെ ടോപ്പിലേക്ക് കൊണ്ടുവരുന്നതാണ് SEO. ഇപ്പൊ ഞാൻ അതിനൊരു ബേസിക് കാര്യങ്ങളാണ് കാണിച്ചു തന്നെ. എന്താണ് ക്ലിക്ക്, എന്താണ് ഇംപ്രഷൻ, എന്താണ് CTR. ഓക്കെ. ഇനി നിങ്ങളെല്ലാവരും SEO എക്സ്പെർട്ടാണ്. ഞാൻ എൻ്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് SEO ചെയ്യാൻ തരാണ്.
ഇതാണല്ലോ ഒരു റിയൽ സിറ്റുവേഷൻ. ക്ലിയർ ആയോ? ഒരു റിയൽ സിറ്റുവേഷൻ ഇങ്ങനെ ആയിരിക്കില്ലേ? അതെ. അല്ലെ? നിങ്ങൾ SEO, ഞാൻ നിങ്ങൾക്ക് ഒരു വർക്ക് SEO ചെയ്യാൻ തരാണ്. അപ്പൊ നമ്മൾ ഒരു SEOന്റെ പ്രൊജക്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഒരു വെബ്സൈറ്റ് ഉണ്ട് ഇല്ലേ? അപ്പൊ അതിനെ നമ്മൾ SEO ചെയ്യാൻ പോവാണ്. അങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റെപ്പ് 1 എന്താണ്? സ്റ്റെപ്പ് 1 നിങ്ങൾ ഒരു SEO ചെയ്യാൻ പോവാണ്. SEO ചെയ്യുമ്പോൾ സ്റ്റെപ്പ് 1 എന്തായിരിക്കും? വെബ്സൈറ്റ് അനാലിസിസ്. ഒരു ക്ലയന്റ് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയാണ്, ക്യാൻ യു ഡു SEO ഫോർ മീ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും, ഐ ആം റെഡി എന്ന് പറയുന്നതിനൊപ്പം തന്നെ ചോദിക്കണം, വാട്ട് ഈസ് യുവർ വെബ്സൈറ്റ്? അവർക്കൊരു വെബ്സൈറ്റ് വേണം. അല്ലാണ്ട് നിങ്ങൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഒരാഴ്ച ചെയ്യുമ്പോൾ അറിയണം അവർക്ക് വെബ്സൈറ്റ് ഇല്ലാന്ന് തോന്നരുത്. ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ ആദ്യം നിങ്ങളുടെ വെബ്സൈറ്റ്, പ്ലീസ് ഷെയർ യുവർ വെബ്സൈറ്റ്. നിങ്ങൾ എന്ത് ചെയ്യണം? ആ വെബ്സൈറ്റ് എടുത്ത് പഠിക്കണം. എന്തൊക്കെയാണ് അവരുടെ പ്രൊഡക്റ്റ്, എന്തൊക്കെയാണ് അവരുടെ സർവീസസ്, എവിടേക്കാണ് അവർക്ക് കോണ്ടാക്ട് ഡീറ്റെയിൽസ്, പ്രൊഡക്റ്റിന്റെ ഇൻഫോർമേഷൻസ്. നമ്മൾ എന്താ, നേരത്തെ ഞാൻ തുടക്കം പറഞ്ഞു, നമ്മൾ എന്താ ചെയ്യുന്നത്? വി ആർ ഡൂയിങ് മാർക്കറ്റിംഗ്. ക്ലിയർ? അപ്പൊ നമ്മളൊരു സാധനം മാർക്കറ്റ് ചെയ്യണമെങ്കിൽ വി ഷുഡ് നോ ദ പ്രൊഡക്റ്റ് വെരി വെൽ. എന്നാൽ മാത്രമാണ് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വിത്തൗട്ട് പ്രൊഡക്റ്റ് നോളജ് വി കനോട്ട് മാർക്കറ്റ്. അപ്പൊ നിങ്ങൾ അവരുടെ വെബ്സൈറ്റ് എടുത്ത് പഠിക്കണം. അവരുടെ വാട്ട് കൈൻഡ് ഓഫ് പ്രൊഡക്റ്റ് ദേ ആർ ഓഫറിങ്, അവരുടെ പ്രൊഡക്റ്റിന്റെ ഫീച്ചേഴ്സ് പഠിക്കണം, അവരുടെ മാർക്കറ്റ് പഠിക്കണം, അവരുടെ കോമ്പറ്റീറ്റർ ആരാന്നൊക്കെ മനസ്സിലാക്കണം. യു ഷുഡ് നോ ബെറ്റർ ഐഡിയ അബൌട്ട് യുവർ പ്രൊഡക്റ്റ്. അതിനെയാണ് വെബ്സൈറ്റ് അനാലിസിസ് എന്ന് പറയാം. ക്ലിയർ ആണോ? എന്തെങ്കിലും ചോദിക്കാം? Clear, sir. അടുത്തതാണ് സ്റ്റെപ്പ് 2. നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാന്ന് പഠിക്കണം. ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ആരാ തരാ? ഇൻഫോർമേഷൻ തരാ? പറയൂ. നമ്മൾ തന്നെ ക്ലാസിഫൈ ചെയ്യല്ലേ? അല്ല, നിങ്ങളൊരു ക്ലയന്റ് വേണ്ടി ചെയ്യുമ്പോ ക്ലൈന്റ് ആണോ സാർ തരാ? ഡെഫിനറ്റ്ലി ക്ലയന്റിന്റെ അടുത്ത് ചോദിക്കണം, നിങ്ങൾ ആരെയാണ് ടാർഗറ്റ് ചെയ്യണേ. ലൊക്കേഷൻ ചോദിക്കണം, അവരുടെ ഡെമോഗ്രാഫി ചോദിക്കണം, ബിഹേവിയർ ചോദിക്കണം. ഞാൻ അതാ പറഞ്ഞ, നിങ്ങൾക്ക് വേണ്ടത് ഒരു മാർക്കറ്റിംഗ് മൈൻഡ് സെറ്റ് ആണ്. മാർക്കറ്റിംഗ് മൈൻഡ് സെറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യണം. അപ്പൊ നിങ്ങൾ അവരുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാന്ന് പഠിക്കണം. കാരണം നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ പോവാണ് അല്ലെ? അപ്പൊ അവരുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാന്ന് പഠിക്കണം. ക്ലിയർ? അടുത്തതാണ് സ്റ്റെപ്പ് 3, കീവേഡ് അനാലിസിസ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സ്റ്റെപ്പാണ് കീവേഡ് അനാലിസിസ്. എന്താണ് കീവേഡ്? കീവേഡ്സ് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ നിങ്ങളൊരാൾ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഒരാൾക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വേണമെങ്കിൽ അവരെന്തൊക്കെയാണ് നോർമലി ആൾക്കാർ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുക, ആ ടേമുകൾ നിങ്ങൾ മനസ്സിലാക്കണം. ആ ടേമുകൾ നിങ്ങൾ മനസ്സിലാക്കണം. ക്ലിയർ ആയോ? അതിനെയാണ് കീവേഡ് അനാലിസിസ് എന്ന് പറയാ. അത് നിങ്ങൾ നിങ്ങളുടെ ക്ലയന്റ് ആയിട്ട് ഇരിക്കാം, എന്തൊക്കെയാണ് നോർമൽ ആൾക്കാർ നിങ്ങളുടെ പ്രൊഡക്റ്റ് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുക. അതുപോലെ ഇത് ഏതൊക്കെയാണ് നല്ല കീവേഡ് എന്ന് കണ്ടെത്താനുള്ള ടൂൾസുകളുണ്ട്. ഇഷ്ടംപോലെ ടൂൾസുകളുണ്ട്. അതൊക്കെ ഞാൻ ഓരോ ക്ലാസ്സുകളിൽ നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. ഓരോ കീവേഡ് എത്ര പ്രാവശ്യമാണ് ആൾക്കാർ ഗൂഗിളിൽ സെർച്ച് ചെയ്യണേ, അങ്ങനെ ഓൾ കൈൻഡ് ഓഫ് ഇൻഫോർമേഷൻ യു വിൽ ഗെറ്റ് ഇറ്റ് ഫ്രം ഇന്റർനെറ്റ്. അപ്പൊ കീവേഡ് കണ്ടെത്തണം. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ഇൻ SEO. ഓക്കെ, മോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് SEO. ഫൈൻഡ് ദ റൈറ്റ് കീവേഡ്, റാങ്ക് ദ കീവേഡ് ഇൻ ഗൂഗിൾ. ഇത് രണ്ടുമാണ് SEO. ഓക്കെ, അപ്പൊ കീവേഡ് കണ്ടെത്തണം. എങ്ങനെ നിങ്ങൾക്ക് കീവേഡിനെ കുറിച്ച് ഐഡിയ ഉണ്ടാവണം? നിങ്ങൾക്ക് പ്രൊഡക്റ്റ് നോളജ് ഉണ്ടാവണം.
നിങ്ങൾ പല ടേമുകൾ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. യു വിൽ ഗെറ്റ് ലോട്ട് ഓഫ് ഐഡിയ. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞേ? ക്ലിയർ സർ. സാർ നമുക്ക് വെബ്സൈറ്റ് അവര് തരുവാണോ ചെയ്യണത്, അതോ നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണോ SEO ചെയ്യേണ്ടത്? ഗുഡ് ചോദ്യം. അതായത് മിക്ക ക്ലയന്റുകൾക്കും വെബ്സൈറ്റ് ഉണ്ടാവും. വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അവർ നമുക്ക് ആ വെബ്സൈറ്റ് തരും. നിങ്ങൾ ഇപ്പൊ പഠിച്ചിരിക്കണം, നിങ്ങൾ വെബ്സൈറ്റ് ഡെവലപ്മെന്റ് അല്ല. വെബ്സൈറ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വലിയൊരു കോഴ്സാണ്. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് വെബ്സൈറ്റ് ഡെവലപ്മെന്റ് പഠിപ്പിച്ചത്. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സൈറ്റ് ഉണ്ടാക്കാം, പക്ഷെ അതിനാ ഒരു അൺപ്രൊഫഷണൽ ആയിരിക്കും. നല്ലൊരു പ്രൊഫഷണൽ ഡിസൈനർ കൊണ്ട് വേണം വെബ്സൈറ്റ് ഉണ്ടാക്കാൻ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനത്തെ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിനെ കൊണ്ട് നിങ്ങൾക്ക് തന്നെ വെബ്സൈറ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ക്ലയന്റ് തന്നെ വെബ്സൈറ്റ് ഉണ്ടാക്കി തരും. ഓക്കെ സർ. ക്ലിയർ ആയോ? ഇപ്പൊ ചിലവർ പറയാണ് ഒരു വെബ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പൊ ചില വെബ്സൈറ്റുകാർക്ക് പേയ്മെന്റ് ഗേറ്റ് വേണ്ടാവില്ല, നിങ്ങളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. അത് അതിൻ്റെതായ എക്സ്പെർട്ടിന് പറ്റൂ. നിങ്ങളുടെ റോൾ എന്താണ്? ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ക്ലിയർ ആയോ? അപ്പൊ ഞാൻ വെബും HTML ഒക്കെ പഠിപ്പിച്ചത് ഇതുമായി കണക്റ്റഡ് ആയതുകൊണ്ടാണ്. നിങ്ങൾ ഡെവലപ്മെന്റിന്റെ പുറകെ പോകരുത്. കാരണം അതൊരു ടെക്നിക്കൽ മൈൻഡ് സെറ്റും ഒരുപാട് ഹെക്റ്റിക് ആയിട്ടുള്ള വേറൊരു ജോബാണത്. എൻറ്റയർലി ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ വെബിനെ കുറിച്ച് എത്രയോ നോളജ് ഉണ്ടോ അതൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കാരണം ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത് വെബ്സൈറ്റ് ഡെവലപ്പർ ആയിട്ട് തന്നെയാണ് 3 വർഷത്തോളം. എനിക്ക് വെബിനെ കുറിച്ച് നല്ല നോളജ് ഉണ്ട്. അതെന്നെ ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയോ? ഗുഡ് ചോദ്യം. അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പൊ നിങ്ങൾ എന്താണ് ഇപ്പൊ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ പ്രൊഡക്റ്റുമായി ബന്ധമുള്ള ഒരു 10 കീവേഡ്സ് നിങ്ങൾ എക്സൽ ഷീറ്റിൽ താഴെ എഴുതുക. നിങ്ങളുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓരോ വെബ്സൈറ്റ് ആരും ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾ തന്നെ ഓരോ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ? അതിൽ നിങ്ങൾ നിങ്ങളുടേതായ ചില ഇൻഫോർമേഷൻസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ആൾക്കാർ എന്താണോ നോർമലി ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു 10 കീവേഡ്സ് നിങ്ങൾ എക്സൽ ഷീറ്റിൽ 1 2 3 5 എന്ന് എഴുതണം. ക്ലിയർ? അതിനുശേഷം ഇപ്പൊ നമ്മളൊരു ക്ലയന്റ് ആയിട്ട് ചെയ്യുന്നു, നമ്മൾ കീവേഡ് അത് നിങ്ങളത് ആ ടാസ്ക് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓരോ കീവേഡ് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്തതിന് ശേഷം കണ്ടെത്തിയതിന് ശേഷം നിങ്ങൾ ക്ലയന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് ഇതൊക്കെയാണോ കീവേഡ് എന്ന് പറഞ്ഞപ്പോൾ ക്ലയന്റ് പറയും ഇതൊക്കെ തന്നെയാണ് കീവേഡ് എന്ന് പറയും. ആ കീവേഡ് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്യുമ്പോൾ ആ വെബ്സൈറ്റ് നിങ്ങളുടെ വെബ്സൈറ്റ് ഗൂഗിളിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. നിങ്ങളുടെ ഇപ്പൊ സൈറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ചില ക്ലയന്റുകളുടെ സൈറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഈ പ്രൊജക്ട് കോൺഫിഡന്റ് ഗ്രൂപ്പ് ആരും നിങ്ങൾക്ക് SEO ചെയ്യാൻ തോന്നുന്നു. അപ്പൊ അതിലുള്ള ഒരു കീവേഡ് ആണ് ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി. ഒരു കീവേഡ് ഉണ്ട്, ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി. ക്ലിയർ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ പ്രൊജക്റ്റ് ആണ്, കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ പ്രൊജക്റ്റ് ആണ് നിങ്ങളുടെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? എക്സൽ ഷീറ്റ് എടുക്കുന്നു. എക്സൽ ഷീറ്റ് എടുത്തിട്ട് അതിലുള്ള ഒരു കീവേഡ് ആണ് ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി. ഓക്കെ, എന്നിട്ട് ഇവിടെ google.com എഴുതാം. നമ്മൾ എക്സലൊക്കെ പഠിക്കൂട്ടോ, നിങ്ങൾക്ക് എക്സലിനെ കുറിച്ച് വളരെ ഡീപ്പിൽ നമുക്ക് ക്ലാസ് ഉള്ളതാണ്, നമ്മുടെ ഇതിലുള്ളതാണ്. അപ്പൊ നമ്മൾ ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി അല്ല, ഇവിടെ കീവേഡ്, ഇവിടെ ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി. അപ്പൊ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായി രണ്ടാമത്തെ റാങ്ക് ആണ്, അപ്പോൾ ഇവിടെ 2 എഴുതി. അടുത്തത് ചിലപ്പോൾ നിങ്ങൾ ഏതാണ് ഫ്ലാറ്റ്സ് ഇൻ എറണാകുളം, അടുത്ത കീവേഡ് എഴുതി. അത് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ നിങ്ങളുടെ പ്രൊജക്റ്റിന്റെ പേര് ഇവിടെ എഴുതണം. പ്രൊജക്ട് കോൺഫിഡന്റ് ഗ്രൂപ്പ്.com. എന്താണ് അതിന്റെ വെബ്സൈറ്റ് ഒന്ന് നോക്കാം, group.com.
confidentgroup.com പ്രൊജക്റ്റ് എഴുതി. നിങ്ങൾ ഇന്നാണ് റിപ്പോർട്ട് ഉണ്ടാക്കണം അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഡേറ്റ് ഇടണം. ഇന്നത്തെ ഡേറ്റ് ടുഡേ ഇടാം. ഇന്നത്തെ ഡേറ്റ് ഇട്ടു. നിങ്ങൾക്ക് ഇവിടെ 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 പുതിയ റോഡിനെയും കൂടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇൻസെർട്ട് റോ എടുത്ത് ഇൻസെർട്ട് തരും. ഈ സാധനം ഇവിടെ നമുക്ക് മാറ്റില്ല. ഇത് നല്ല രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ സൈസ് ഒക്കെ കൂട്ടാം. നിങ്ങളെല്ലാം പഠിക്കും. റാങ്ക് എങ്ങനെയാണ്? റാങ്ക് എങ്ങനെയാണ് പ്ലാറ്റിനം കൊച്ചി 2 ഞാൻ പറയാം. ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി നമ്മൾ ഇവിടെ ഗൂഗിളിൽ സെർച്ച് ചെയ്തു അല്ലേ? ഇവിടെ സെർച്ച് ചെയ്തില്ലേ? അതെ. നമ്മുടെ പ്രൊജക്ട് ചെയ്തപ്പോ നമ്മളിപ്പോ സാമ്പിൾ എടുത്തേക്കുന്നത് കോൺഫിഡന്റ് ഗ്രൂപ്പാ. അപ്പൊ നമ്മുടെ റാങ്ക് എത്രാമത് കിടക്കണേ? 2ാമത്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ സർ. ഗുഡ്. ചോദിക്കുക അങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സ്ക്രീനിൽ തന്നെ ഇത് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലാരിറ്റി കിട്ടാനാണ്. അങ്ങനെ നിങ്ങൾ അടുത്ത കീവേഡ് എടുത്തു സെർച്ച് ചെയ്യാൻ. ചിലപ്പോൾ അടുത്ത കീവേഡ് എടുക്കുമ്പോൾ ഫ്ലാറ്റ്സിന്റെ എറണാകുളം. ഇപ്പൊ സപ്പോസ് അതിൽ എടുത്തു കഴിഞ്ഞാൽ ഫ്ലാറ്റ്സിന്റെ എറണാകുളം. നിങ്ങൾ തെറ്റിക്കോട്ടെ കേട്ടോ, നിങ്ങൾ പഠിക്കുകയാണ്. അതുകൊണ്ട് തെറ്റിക്കോട്ടെ, അത് പേടിക്കണ്ട കേട്ടോ. ഫ്ലാറ്റ്സിന്റെ എറണാകുളം എന്ന് വെച്ചാൽ ഇപ്പൊ മാജിക് ബ്രിക്സ് ആണ് 1ാമത് കിടക്കണേ അല്ലെ? അസറ്റ് ഹോംസ് 2ാമത്, 99 ഏക്കേഴ്സ് 3ാമത്, OLX ആബാദ് 4ാമത് കിടക്കുന്നു. കണ്ട കോൺഫിഡൻസ് എത്രാമത്തെ? 7ാമതാ കണ്ട. ക്ലിയർ ആയോ? അപ്പൊ അതിവിടെ 7 ഇടണം. ക്ലിയർ ആയോ? അടുത്ത കീവേഡ് 2 BHK ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി. നമ്മുടെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കീവേഡ് ആയിരിക്കണം. അപ്പൊ അതെടുത്തു. 2 BHK കൊച്ചി. 2 BHK ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി. 1ാമത് 99 ഏക്കേഴ്സ്, 2ാമത് ദേശായി, 4ാമത് 5ാമത് അസറ്റ് ഹോംസ്, ഹൗസിംഗ് 6, 7, അത് 99 ഏക്കേഴ്സ് 8. കണ്ടോ? ഇത് എത്രാമത് കിടക്കണം? 10ാമതായി. ക്ലിയർ ആയോ? ക്ലിയർ സർ. ഇന്നാണ് ഞാൻ നിങ്ങൾക്ക് ഈ പ്രൊജക്ട് തരണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇന്നാണ് നിങ്ങൾ ഒരു ക്ലയന്റിന്റെ പ്രൊജക്ട് ഇന്നാണ് ചെയ്യണേന്ന് വിചാരിക്കുക. ക്ലിയർ? ഇന്നാണ് നിങ്ങൾ ഈ പ്രൊജക്ട് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഇന്നത്തെ ഡേറ്റ് ഇട്ട്. ഓക്കെ. അപ്പൊ ഇന്ന് നിങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ ഈ റിപ്പോർട്ട് ഉണ്ടാക്കണം. നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. എക്സൽ ഷീറ്റ് എടുത്ത് അതാണ് നിങ്ങൾ പഠിക്കൂ. ഇതിനെ പറയുന്നതാണ് ഇനീഷ്യൽ റാങ്കിങ് റിപ്പോർട്ട്. ഇതിനെ പറയുന്നതാണ് ഇനീഷ്യൽ റാങ്കിങ് റിപ്പോർട്ട്. ക്ലിയർ ആയോ? അതാണ് സ്റ്റെപ്പ് 4. സ്റ്റെപ്പ് 1 വെബ്സൈറ്റ് അനാലിസിസ്, സ്റ്റെപ്പ് 2 ടാർഗറ്റ് ഓഡിയൻസ്, സ്റ്റെപ്പ് 3 കീവേഡ്, സ്റ്റെപ്പ് 4 ഇനീഷ്യൽ റാങ്കിങ് റിപ്പോർട്ട്. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ പ്രൊജക്ട് ഇന്ന് നിങ്ങൾക്ക് തന്നു SEO ചെയ്യാൻ. അല്ലെങ്കിൽ കോൺഫിഡന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് നിങ്ങളെ SEO ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു. നിങ്ങൾ ജോബ് സെർച്ച് ചെയ്യാണ്. ജോബ് സെർച്ച് ചെയ്തപ്പോൾ കോൺഫിഡന്റ് ഗ്രൂപ്പിൽ ഒരു വേക്കൻസി ഉണ്ടായിരുന്നു SEO അനലിസ്റ്റിന്റെ. നിങ്ങൾ അവരെ SEO അനലിസ്റ്റ് ആയിട്ട് എടുത്തു. നിങ്ങൾ ആ കമ്പനിയിൽ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ഇത് ചെയ്യണം. ആദ്യം ഉദ്ദേശിക്കുന്നത് വെബ്സൈറ്റ് അനാലിസിസ് നടത്താം, ടാർഗറ്റ് ഓഡിയൻസ് ആരെന്നൊക്കെ പഠിക്കുക, അതേപോലെ കീവേഡുകൾ കണ്ടെത്താം. കീവേഡുകൾ കണ്ടെത്തിയപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ റിപ്പോർട്ട് കിട്ടി. ഇനി വേറെ കുറച്ചും കൂടി കീവേഡ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. സപ്പോസ് ഒരു 10 കീവേഡ്സ് ഉണ്ടായി. കീവേഡ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ റാങ്ക് ചെയ്തപ്പോൾ ഇങ്ങനെയാണെന്ന് മനസ്സിലായി. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്തായിരിക്കും എന്ന് പറയാമോ?
റാങ്ക് മുന്നിലോട്ടൊക്കെ. ഗുഡ്. ഇപ്പൊ ഈ കീവേഡ് 10ാമത്തെ റാങ്ക് ആണെങ്കിൽ നിങ്ങൾ ഇന്നാണ് റിപ്പോർട്ട് എടുത്ത് നിങ്ങൾ ഇതിനെ SEO ചെയ്യണം. അതാണ് നമ്മൾ കമ്മിങ് ക്ലാസ്സിൽ പഠിക്കുന്നത്. എങ്ങനെയാണ് നമ്മുടെ സൈറ്റ്, നമ്മുടെ കീവേഡുകൾ എങ്ങനെ നമ്മൾ ടോപ്പിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ കമ്മിങ് ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അതാണ് SEO. ഈ കീവേഡുകളുടെ റാങ്ക് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് SEO. അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ സ്റ്റെപ്പ് 5 എന്ന് പറയുന്നതാണ് ഒപ്റ്റിമൈസേഷൻ. സ്റ്റെപ്പ് 5 എന്ന് പറയുന്നതാണ് റാങ്കിങ് ദ കീവേഡ്സ്. അതായിരിക്കും നമ്മൾ പഠിക്കുന്നത്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഇല്ല. ക്ലിയർ സർ. ശ്രുതി കിട്ടണ്ടോ? കിട്ടണ്ട സർ. മനസ്സിലായോ? ക്രിസ്റ്റൽ ക്ലിയർ ആണോ? സ്റ്റെപ്പ് 4 എന്താ സർ? ഇനീഷ്യൽ റാങ്കിങ് റിപ്പോർട്ട്. ഇതിപ്പോ നമ്മൾ ചെയ്യണം. ഓക്കെ. ക്ലിയർ? അപ്പൊ ഈ ഇപ്പൊ 10 കിടക്കുന്ന, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എവറി മന്ത് വി ഹാവ് ടു ജനറേറ്റ് ദീസ് കൈൻഡ് ഓഫ് റിപ്പോർട്ട്. ഇത് ക്ലയന്റിന് നമ്മൾ ഫസ്റ്റ് ഡേയിൽ അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ആഫ്റ്റർ 1 month അഗൈൻ യു ഹാവ് ടു സെൻഡ് ദ റിപ്പോർട്ട്. അപ്പൊ ക്ലയന്റ് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യുമ്പോൾ നോക്കാണ് തുടങ്ങിയപ്പോ കീവേഡ് റാങ്ക് 10 ആയിരുന്നു, നിങ്ങൾ ചെയ്തത് 15 ആയി. അതിന്റെ അർത്ഥം നിങ്ങൾ എന്തോ റോങ് ചെയ്തു എന്നാണ് അർത്ഥം. ക്ലയന്റിന് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ക്ലയന്റ് ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായി തുടങ്ങിയപ്പോ 10 ആയിരുന്നു, ഒരു മാസം കഴിഞ്ഞപ്പോൾ അത് 8ാമത്തെ റാങ്ക് ആയി. അപ്പൊ ക്ലയന്റ് മനസ്സിലായി യു ആർ ഡൂയിങ് ഗുഡ്. ചിലപ്പോൾ 7ാമത്തെ റാങ്ക് ഇരുന്ന് 4ാമതായി, അഗൈൻ ഡൂയിങ് ഗുഡ്. 2ാമത്തെ റാങ്ക് ഇരുന്ന് 1ാമതായി, വെരി ഗുഡ്. അങ്ങനെ 2ാമത്തെ കീവേഡ് വീണ്ടും 2ാമത്തെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു, വെരി ഗുഡ്. അതാണ് SEO. ഇതെങ്ങനെയാണ് കീവേഡ് ചെയ്തു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് റാങ്കിങ് റിപ്പോർട്ട്, അതിന്റെ ഫോർമാറ്റ്, എന്തുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ റാങ്കിങ് റിപ്പോർട്ട് ഉണ്ടാക്കണേ, എങ്ങനെയൊക്കെ ക്ലയന്റ് നമ്മൾ ചെയ്യുന്ന വർക്ക് ഗുഡ് ആണോ ബാഡ് ആണോ, ക്ലയന്റ് എനിക്ക് റിസൾട്ട് ഉണ്ടോ എന്നൊക്കെ എങ്ങനെ ക്ലയന്റ് ചെക്ക് ചെയ്യാം, ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടോ? പറഞ്ഞോ. ക്ലിയർ ആയോ? ക്ലിയർ സർ. എന്താണ് SEO എന്താണെന്ന് മനസ്സിലായോ? ഗുഡ്. അപ്പൊ ഇത് നിങ്ങൾ ഹോംവർക്ക് പോലെ ചെയ്യണം. 10 കീവേഡുകൾ നിങ്ങളുടെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് കാണാം. നിങ്ങളുടെ വെബ്സൈറ്റ് ഒന്നും ഇപ്പോൾ റാങ്ക് ഉണ്ടാവില്ല, കാരണം നിങ്ങൾ ഇന്നലെ ഉണ്ടാക്കിയ സൈറ്റാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാത്തിലും ഇവിടെ നോട്ട് ഇൻ 10 ഇട്ടാൽ മതി. എല്ലാത്തിനും നോട്ട് ഇൻ 10 എന്ന് പറഞ്ഞാൽ 10ാമത്തെ റാങ്കിൽ ഇല്ല എന്നാണ് അർത്ഥം. അതായത് ഫസ്റ്റ് പേജിൽ നമ്മുടെ വെബ്സൈറ്റ് ഇല്ല. ഇനി നമ്മുടെ റാങ്ക് സൈറ്റ് സെക്കൻഡ് പേജിൽ ഉണ്ടായതുകൊണ്ട് നമുക്ക് യാതൊരു ഗുണവുമില്ല. 90% ആൾക്കാരും they won't go to second page. അപ്പൊ നമ്മുടെ ക്ലയന്റിന്റെ നമ്മുടെ കീവേഡ് എല്ലാം നമ്മൾ ടോപ്പ് 10ലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ മിടുക്ക്. ഓക്കെ സർ. ഗുഡ്. ക്ലാരിറ്റി ആയല്ലോ? നിങ്ങളിപ്പോ കീവേഡ് കണ്ടെത്താൻ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അപ്പൊ ആ സിസ്റ്റം പഠിക്കാനാണ് ഞാൻ ഇതൊക്കെ ചെയ്യാൻ പറയുന്നത്. ജസ്റ്റ് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ അവിടെ റാങ്ക് ഉണ്ടാവില്ല, നോട്ട് ഇൻ 10 എന്ന് എഴുതാം. ചിലപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് പേജിലേക്ക് പോകണമെങ്കിൽ കുഴപ്പമില്ല. സെക്കൻഡ് പേജിൽ ഇപ്പോൾ 15ാമത്തെ റാങ്ക് ആണ്, അപ്പൊ നിങ്ങൾ 15ാമത്തെ എഴുതണം. തേർഡ് പേജിലേക്ക് പോകണം, അപ്പോൾ വേണമെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് പേജിൽ ഇല്ലെങ്കിൽ നോട്ട് ഇൻ 20. ഇതാണ് ക്ലയന്റിന്, ഇന്നത്തെ റിപ്പോർട്ടാണ് ക്ലയന്റിന് കാണേണ്ടത്. അപ്പൊ എന്ത് തരം റിപ്പോർട്ടാണ് നിങ്ങൾ അയക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അതൊക്കെ കൂടിയിട്ടാണ് ഞാൻ ഇത് കാണിച്ചു തരുന്നത്. ഓക്കെ സർ. സർ റിപ്പോർട്ടും എക്സൽ തന്നെയാണ് അപ്പോഴും ചെയ്യേണ്ടത്? പലതരം റിപ്പോർട്ടുകളുണ്ട്, എക്സൽ കൊടുക്കുന്ന റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ടാണ് എല്ലാ ടൂളുകളും നമ്മൾ പഠിക്കുന്നത്. ക്ലിയർ? അല്ലെങ്കിൽ വെറുതെ ഒരു കുഞ്ഞു കാര്യം അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല.
നിങ്ങൾ എക്സലിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ പഠിക്കാൻ പോണതാണ്. എക്സലും പവർ ബി ഒക്കെ ഇതിലുള്ളതാണ്. ഇപ്പൊ റിപ്പോർട്ട് നിങ്ങൾ എക്സൽ ഉണ്ടാക്കണം. അപ്പൊ അത് ടൂൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കമ്പ്യൂട്ടറിൽ സ്കില്ലുകളാണ് വേണ്ടത്. മാർക്കറ്റിംഗ് സ്കില്ല്, ടെക്നോളജി സ്കില്ല്, ഇതൊക്കെ വേണം. നിങ്ങൾ അതൊക്കെ എളുപ്പമാണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നവരും കിട്ടും. ഇത്ര നിങ്ങൾ HTML നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന വിചാരിച്ചിട്ടുണ്ടാവില്ല. വെബ്സൈറ്റ് ഉണ്ടാക്കാൻ അതൊക്കെ നിങ്ങൾ ചെയ്തു. നിങ്ങൾ ടൈം കണ്ടെത്തി മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്യുന്നവരും നിങ്ങൾ എക്സ്പെർട്ട് ആവും. ഇപ്പൊ നിങ്ങൾ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്തപ്പോ ഇത്രയായി, അപ്പൊ 4 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് നോക്കിയേ, അത്രയ്ക്ക് നിങ്ങൾ എക്സ്പെർട്ട് ആവും. ഇതിൽ വേറെ ഷോർട്ട് കട്ട് ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എത്ര വർഷം ചെയ്യുന്നല്ല, നിങ്ങൾ എത്ര ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്ത് എത്ര രീതിയിൽ എഫേർട്ട് കിട്ടുന്നതനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ആ സ്കില്ല് കയറി വരണേ. അത് മാത്രം ഓപ്പണിംഗ് ഉണ്ട്. പക്ഷെ കഴിവുള്ളവരും ചെയ്യണത് വളരെ കുറവാണ്. എൻ്റെ അടുത്ത് ഒരു 25+ വേക്കൻസി ഉണ്ട്. 25+ വേക്കൻസി എൻ്റെ അടുത്തുണ്ട്. എൻ്റെ അടുത്ത് കാൻഡിഡേറ്റ് ഇല്ല. എൻ്റെ അടുത്ത് പഠിക്കുന്നവരൊക്കെ ഫ്രീലാൻസ് ചെയ്യണു. ഇതിനു മുന്നേ പഠിച്ചവരൊക്കെ ഫ്രീലാൻസ് ചെയ്യണു. ഇപ്പൊ ബാംഗ്ലൂർക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട്, കൊച്ചിയിൽ വേക്കൻസി ഉണ്ട്. എന്തുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ലീഡർ ആയതുകൊണ്ടാണ് നമ്മുടെ അടുത്തേക്ക് ആൾക്കാർ ചോദിക്കുന്നത്. സാർ ഒരു ഡൗട്ട്. ആ പ്ലീസ്. സാർ ഇപ്പൊ നമ്മള് കോൺഫിഡൻസ് ഗ്രൂപ്പിനാണ് ചെയ്തു കൊടുക്കുന്നത് വെച്ചാൽ നമ്മള് എല്ലാ മന്തും അവർക്ക് വേണ്ടിയിട്ടാണ്, അങ്ങനെയാണോ? അത് അപ്പൊ ഒരു കോൺഫിഡന്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രൊജക്റ്റ് ആയി. ആ നിങ്ങൾക്ക് അടുത്ത പ്രൊജക്ട് എടുക്കാതെ പോലെ. ഓക്കെ സാർ. അത് നിങ്ങളുടെ മിടുക്കാണ്, അതാണ് ബിസിനസ്. നിങ്ങൾ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ കമ്പനിയിൽ പോയി ഫുൾ ടൈം വർക്ക് ചെയ്യുമ്പോൾ ആ വർക്ക് മാത്രം ചെയ്യാം. ഓക്കെ. ഇപ്പൊ ഞാൻ ആസ് എ കമ്പനി, ഞാനൊരു കമ്പനി നടത്തുന്നത്, എനിക്ക് പലതരം ക്ലയന്റുകളുണ്ട്. ഓക്കെ സാർ. അപ്പൊ നിങ്ങൾക്ക് ഒരു കോൺഫിഡന്റ് ഗ്രൂപ്പിൽ നിങ്ങൾ ചെയ്ത റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മറ്റൊരു ക്ലയന്റിനെ കാണിച്ചൊക്കെ, സി ഐ ഡിഡ് ദിസ് ഫോർ കോൺഫിഡന്റ് ഗ്രൂപ്പ്. അപ്പൊ അവർക്ക് പിന്നെ അവർക്ക് ഒന്നും ചോദിക്കില്ല, അവർ നിങ്ങൾക്ക് അപ്പൊ തന്നെ വർക്ക് തരും. ഓക്കെ സാർ. ഇപ്പൊ നിങ്ങൾക്കൊരു ബ്ലോഗ് ഉണ്ടാക്കി, നിങ്ങളുടെ ബ്ലോഗ് നിങ്ങൾ ചെയ്ത് റാങ്ക് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാം. ബ്ലോഗ് ഓൾസോ യു ക്യാൻ റാങ്ക്. അതൊക്കെ നമ്മൾ പഠിക്കാൻ പോണം. കമ്മിങ് ക്ലാസ് നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ. ഐഡിയ കിട്ടിയോ? കിട്ടി സാർ. ഇങ്ങനെ ചോദിക്കുക നിങ്ങൾ, കാരണം ഞാൻ അതിന് മാത്രം പ്രൊജക്ടുകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനും 99% ഞാൻ എൻ്റെ അനുഭവങ്ങളിൽ നിന്നുള്ള ആൻസർ തരാം. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുക, കാരണം ഞാൻ എല്ലാ ഘട്ടത്തിലൂടെയും വന്നിരിക്കുന്നതാണ്. സാർ അപ്പൊ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുമ്പോ എങ്ങനെയാണ്? എത്ര കോട്ട ഇടുന്നാണോ? ആ എത്ര പൈസ വാങ്ങുന്നാണോ? അതല്ല, അതെങ്ങനെ മന്ത്ലി അപ്പൊ ഇങ്ങനെ റിപ്പോർട്ട് കൊടുക്കാം? മന്ത്ലി ഇതുപോലെ കൊടുക്കും. ഓരോ മന്ത്ലി നിങ്ങൾ ഇപ്പൊ ഈ മാസത്തെ ഡേറ്റ് ഇട്ടു, വീണ്ടും പുതിയ എക്സൽ ഷീറ്റ് ഉണ്ടാക്കിയിട്ട് ആ മാസത്തെ ഡേറ്റ് ഇടണം. ഓക്കെ ഓക്കെ. ഇനി എത്ര കോട്ട് ചെയ്യാന്നൊക്കെ നമ്മുടെ ടോപ്പിക്കിലുള്ളതാണ്, പേടിക്കണ്ട. ഓക്കെ സാർ. നിങ്ങൾ അതൊക്കെ ചോദിച്ചോളൂ. ഞാൻ അതല്ല പറഞ്ഞു, നിങ്ങൾക്ക് എന്തും ചോദിക്കാം. എത്ര നമ്മൾ എത്ര ചാർജ് ചെയ്യാം, നിങ്ങൾ അറിയേണ്ട കാര്യമാണ്. അത് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. എന്താണ് അതിന്റെ പുറകിലുള്ള കാര്യങ്ങൾ, അതൊക്കെ നമ്മുടെ ടോപ്പിക്കിലുണ്ട്. ഓക്കെ. അതേ പറഞ്ഞു, നിങ്ങളുടെ മനസ്സിലുള്ള എന്തും ചോദിക്കൂ. അപ്പൊ ഞാൻ ചില കാര്യങ്ങൾ ആ ടോപ്പിക്കിൽ എടുക്കും. അപ്പൊ നിങ്ങൾ അപ്പൊ ഒന്നും ഡെപ്ത് ആയിട്ട് പഠിക്കും. അത്യാവശ്യം ഐഡിയ കിട്ടിയോ? എന്താണ് SEO, എന്താണ് കീവേഡ്, എന്താണ് ഇനീഷ്യൽ റാങ്കിങ് റിപ്പോർട്ട്, എങ്ങനെയാണ് നമ്മൾ ഇത് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഇവിടെ ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി എന്ന് സെർച്ച് ചെയ്തു. ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി എന്ന് സെർച്ച് ചെയ്തപ്പോൾ നമ്മൾ കണ്ടു 99 ഏക്കേഴ്സിന്റെ സൈറ്റ് വന്നിട്ടുണ്ട്. ഇവരാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് ഇവരുടെ സൈറ്റ് ഫസ്റ്റ് വന്നു? എങ്ങനെയാണ് ഇവരുടെ സൈറ്റ് സെക്കൻഡ് വന്നത്? എന്തുകൊണ്ട് ഇവരുടെ സൈറ്റ് തേർഡ് വന്നു? അതായത് ഇതിനെ പറയുന്നത് ഗൂഗിൾ റാങ്ക് ചെയ്യുക. അതായത് ഗൂഗിളിന്റെ അൽഗോരിതം ഉണ്ട്, അല്ലെങ്കിൽ അൽഗോരിതം എന്ന് പറയുന്നത് ഗൂഗിൾ കുറച്ച് റൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്.
ഈ റൂൾസ് ഏതൊക്കെ വെബ്സൈറ്റ് ആണോ കൃത്യമായി ഫോളോ ചെയ്യുന്നത് അവരുടെ വെബ്സൈറ്റ് ആദ്യം വരും. അതാണ് പറയുന്നത് ഗൂഗിൾ കൺസിഡേഴ്സ് മോർ ദാൻ 250 factors to rank a website. Google considers more than 250 factors to rank a website. അതിനാണ് അൽഗോരിതം എന്ന് പറയുന്നത്, അതിനാണ് റൂൾ എന്ന് പറയുന്നത്. ഈ റൂളുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതിലുള്ള ഒരു എക്സാമ്പിൾ പറയാം. ഒരു റൂളിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് ഫാസ്റ്റ് ആയിട്ട് ലോഡ് ചെയ്യണം. അതൊരു റൂളാ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞ 99 acres സൈറ്റും കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ സൈറ്റും ഉണ്ട്. 99 acres സൈറ്റ് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ സൈറ്റിനേക്കാളും ഫാസ്റ്റ് ആയിട്ട് ലോഡ് ചെയ്യാണ്. ഫാസ്റ്റ് ആയിട്ട് ലോഡ് ചെയ്യുന്ന അർത്ഥം നിങ്ങളെ ചില സൈറ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എന്തോരം ക്ലിക്ക് ഓപ്പൺ ചെയ്താലും ഓപ്പൺ ആവില്ല. അങ്ങനത്തെ ആരെങ്കിലും എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടോ? സൈറ്റ് ബ്ലോക്ക് ആയിട്ട് അങ്ങനെയാണോ? ബ്ലോക്ക് അല്ല, ചില സൈറ്റ് എടുക്കുമ്പോൾ ലോഡായില്ല, ഭയങ്കര സ്ലോ ആയിരിക്കും. അതെ. ചില ഫാസ്റ്റ് ആയിട്ട് ലോഡ്, അതായത് ഫാസ്റ്റ്, അതായത് എന്തുകൊണ്ടാണ് അതാണ് ഗൂഗിളിന്റെ അൽഗോരിതം, അതാണ് ഗൂഗിളിന്റെ റൂൾസ്. ഇത് ഗൂഗിളിന് പേ ചെയ്തിട്ടായിരിക്കില്ലേ ഇവര് അല്ല, ഇത് ചെയ്യണത്? നമ്മൾ ഇപ്പൊ പഠിക്കുന്നത് ഫ്രീ ആണ്. പേ ചെയ്യുന്നതാണ് ഏത്? സ്പോൺസേഡ്. ഇത് അതിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ഇവിടെ സ്പോൺസേഡ് ഞാൻ കണ്ട പോലെ ഉണ്ട്. ഞാൻ നേരത്തെ നിങ്ങൾ കാണിച്ചത് പേ ചെയ്യുന്നതാണ് സ്പോൺസേഡ്. ഇവിടെ ഇതൊന്നും ഗൂഗിളിന് പൈസ കൊടുത്താൽ വരുത്തുന്നതല്ല. ഗൂഗിളിന്റെ അൽഗോരിതം കൃത്യമായി ഫോളോ ചെയ്യണം. ഈ അൽഗോരിതത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അല്ലാണ്ട് ഗൂഗിളിന് പൈസ കൊടുത്തുമ്പോൾ നമ്മുടെ സൈറ്റ് ടോപ്പിക് കാണിക്കില്ല. ചോദിച്ചോളൂ, അങ്ങനെ നല്ല ചോദ്യങ്ങളാണ് അതൊക്കെ. ഏത് ഗൂഗിളിന് പൈസ കൊടുക്കുന്നതാ? സ്പോൺസേഡ് വരാന്. അപ്പൊ നമ്മൾ സ്പോൺസേഡ് വളരെ വലിയ ടോപ്പിക്കാണ്. അതാണ് ഗൂഗിൾ ആഡ്സ്. അത് നമ്മൾ 2 weeks ക്ലാസ് അതിനു വേണ്ടി മാത്രം പഠിക്കുന്നതാ. ആ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ ചോദിച്ചോളൂ. അങ്ങനെ ഉണ്ടോ? സ്പോൺസേഡ് ഇന്ന ഡേറ്റ് ഇത്ര ഡ്യൂറേഷൻ അങ്ങനെയാണോ? അതൊന്നുമില്ല. അത് നമ്മൾ ആ ക്ലാസ്സിൽ വളരെ ഡെപ്തിൽ പഠിക്കും. ഇപ്പൊ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഓക്കെ, വളരെ ഡെപ്ത്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ടോപ്പിക്. ഇപ്പൊ നമ്മൾ ഇതിലേക്ക് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. സ്പോൺസറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഇതിന് നമ്മൾ ഗൂഗിളിന്, നല്ല ചോദ്യമാണ്, ഞാൻ ചോദിച്ചോളാൻ പറഞ്ഞത്. ഇതിനിവിടെ നമ്മൾ ഗൂഗിളിന് പൈസ കൊടുത്തിട്ടല്ല ചെയ്യുന്നത്. ഗൂഗിളിന് പൈസ കൊടുത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പൈസ കൊടുത്തിട്ട് വരുന്ന സ്പോൺസേഡ്, അത് നമ്മൾ പഠിക്കുന്നതാണ്. SEO കഴിഞ്ഞാൽ അടുത്ത ടോപ്പിക് ഗൂഗിൾ ആഡ് ആയിരിക്കും. ക്ലിയർ ആണോ ഇതുവരെ? ഓക്കെ, അപ്പൊ ഈ 99 acres അപ്പൊ അതാണ് അൽഗോരിതം എന്ന് പറയുന്നത്. അൽഗോരിതം എന്ന് പറയുന്നത് ഗൂഗിൾ കുറെ റൂൾസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റൂൾസ് നമ്മൾ പഠിച്ച് നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റും ടോപ്പിൽ വരാൻ തുടങ്ങും. അതേതൊക്കെയാണ് അൽഗോരിതം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുക. എന്തുകൊണ്ടാണ് അവർ അൽഗോരിതങ്ങൾ സെറ്റ് ചെയ്തേക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്താണ് അതിന്റെ പുറകിലുള്ള ലോജിക്? Any idea? No, sir. നിങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തു, SEOയിലുള്ള ഫസ്റ്റ് സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്തു, സൈറ്റ് ലോഡ് ആവുന്നില്ല, നിങ്ങൾ ഹാപ്പി ആവോ? ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യും? സെക്കൻഡ് പോവും. അതും ലോഡ് ആവുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യും? തേർഡ് പോവും, ഫോർത്ത് പോവും, ഫിഫ്ത്ത് പോവും, സിക്സ്ത് പോവും. അതും ലോഡ് ആവുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യും?
ക്ലോസ് ചെയ്യൂ. എന്നിട്ട് ഒന്നും നോക്കൂല, ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്ത് നിങ്ങൾ ഗൂഗിളിനെ ഒഴിവാക്കും. അതിന്റെ അർത്ഥം ഗൂഗിൾ അതോടുകൂടി അവസാനിച്ചു. ഓക്കെ. അപ്പൊ ഗൂഗിളിന്റെ ലക്ഷ്യം തൊട്ടാ നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ്, നിങ്ങളെ ഹാപ്പി ആക്കാനാണ് ഗൂഗിൾ നോക്കുന്നത്. എന്നാൽ മാത്രമാണ് നിങ്ങൾ തിരിച്ചു വരൂ. അപ്പൊ അതുകൊണ്ടാണ് ഫാസ്റ്റ് ആയിട്ട് ലോഡ് ചെയ്യുന്ന സൈറ്റുകളാണ് അവർ ആദ്യം കൊണ്ടുവരും. അതൊരു അൽഗോരിതമാണ്. അങ്ങനത്തെ പലതും നമ്മൾ പഠിക്കാനാ പോണേ. എന്തുകൊണ്ടാണ് അൽഗോരിതം വെച്ചേക്കണെന്ന് മനസ്സിലായോ? ഇല്ല. മനസ്സിലായോ? ഈസിലി അവൈലബിൾ ആയിരിക്കണം. നമ്മൾ നോക്കുന്ന സൈറ്റ് നമുക്ക് വേഗം. പെട്ടെന്നായിരിക്കണം. അതൊരു അൽഗോരിതം. നമ്മൾ അൽഗോരിതത്തെ കുറിച്ചാണ് അടുത്ത ക്ലാസ്സിൽ ഡീപ്ലി പഠിക്കണം. രണ്ടാമത്തെ ഒരു അൽഗോരിതം എന്ന് പറയുന്നത്, നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ഇപ്പൊ ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി എന്ന് ഇവിടെ സെർച്ച് ചെയ്തു. നിങ്ങൾ ഡെഫിനറ്റ്ലി ആദ്യത്തെ സൈറ്റിൽ ക്ലിക്ക് ചെയ്തു. ആദ്യത്തെ സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സൈറ്റ് ഇൻഫോർമേഷൻ ഒന്നും ഈ പേജിലില്ല. ഇതിൽ വേറെ എന്തൊക്കെ ഇൻഫോർമേഷൻ ആണ്. നിങ്ങൾ ഹാപ്പി അല്ല, നിങ്ങൾ ഉദ്ദേശിച്ച ഇൻഫോർമേഷൻ കിട്ടിയില്ല. നിങ്ങൾ എന്ത് ചെയ്യും? സെക്കൻഡ് പേജിലേക്ക് പോകും അല്ലേ? ഇവിടുന്നും കിട്ടിയില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് ഒന്നുമല്ല, റെലവെന്റ് അല്ല. തേർഡിൽ പോയി കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾ ഇത് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വരില്ല. ചിലപ്പോൾ നിങ്ങൾ യാഹൂല് പോയി അവിടെ കിട്ടി, പിന്നെ അങ്ങടെ പോകും. അതോട് ഗൂഗിൾ അവസാനിച്ചു. അപ്പൊ ഗൂഗിളിന്റെ അടുത്തൊരു അൽഗോരിതാണ്, നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കീവേഡുമായി ബന്ധപ്പെട്ട ഏറ്റവും റെലവെന്റ് സൈറ്റ് കാണിക്കണം. ഐഡിയ കിട്ടുന്നുണ്ടോ? ചോദിച്ചോളൂ പ്ലീസ്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഇതെങ്ങനെയാണ് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് അടുത്ത ക്ലാസ്സിൽ പഠിക്കുക. അങ്ങനത്തെ പല, അതാണ് ഞാൻ പറഞ്ഞ, ഗൂഗിൾ കൺസിഡേഴ്സ് മോർ ദാൻ 250 ഫാക്ടേഴ്സ് ആണ് ഒരു ബിഫോർ റാങ്കിങ് എ വെബ്സൈറ്റ്. അതെന്തൊക്കെയാണ് എല്ലാം നമ്മൾ പഠിക്കുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടാണ് നമ്മുടെ സൈറ്റ് നമ്മൾ ടോപ്പിലേക്ക് കൊണ്ടുവരുന്നത്. ക്ലിയർ? അപ്പൊ ഗൂഗിൾ എന്താ നോക്കുന്നത്? ഹൈ ക്വാളിറ്റി സർവീസ് തരാനാണ് നോക്കണേ. നിങ്ങൾ ഗൂഗിളിൽ ഒരു ഇൻഫോർമേഷൻ സെർച്ച് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട റെലവെന്റ് സൈറ്റ് നിങ്ങൾക്ക് തരണം. അപ്പൊ നിങ്ങൾ നേരത്തെ നിങ്ങളുടെ ടാസ്ക് പറഞ്ഞൊരു 8-10 കീവേഡ് കണ്ടെത്താൻ. ഈ കീവേഡ് കണ്ടെത്തിയ കീവേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റുമായി ബന്ധമുള്ളതാ. ഈ കീവേഡും നമ്മുടെ വെബ്സൈറ്റും തമ്മിൽ നമ്മൾ വളരെ കണക്ഷൻ ബിൽഡ് ചെയ്യും. അതാണ് പഠിക്കാൻ പോകുന്നത്. ആ കണക്ഷൻ ബിൽഡ് ചെയ്യും, റെലവൻസി ഉണ്ടാക്കും. അപ്പോൾ നമ്മുടെ സൈറ്റും ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സൈറ്റ് ടോപ്പിൽ വരും പയ്യെ. നിങ്ങൾ ആരും ചോദിച്ചില്ല, ഇത്തരം സൈറ്റ് ഉണ്ടല്ലോ, എല്ലാവരും ഒരേപോലെ ചെയ്ത് ആരുടെ സൈറ്റ് ആദ്യം വരാം? ശരിയാണല്ലോ. അതിന്റെ ഉത്തരം, നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര പേരുണ്ടായി? 4 പേര്. അതല്ല, ശ്രുതി എന്താ പഠിച്ചേക്കണേ? ഡിഗ്രി ഏതായിരുന്നു? ബിടെക് ആയിരുന്നു. ബിടെക്കില് ശ്രുതിയുടെ ക്ലാസ്സിൽ എത്ര പേരുണ്ടായി? 60 പേര്. 60 പേരുണ്ടായി. ആർക്കെങ്കിലും ഫസ്റ്റ് കിട്ടിയതില് ക്ലാസ്സില്? ഏറ്റവും ഫസ്റ്റ് സെക്കൻഡ് ഉണ്ട്. എന്തുകൊണ്ടാ കുട്ടിക്ക് ഫസ്റ്റ് കിട്ടി? നല്ല മാർക്ക്, ഹൈ സ്കോർ ഉണ്ടായിരുന്നു. ഹൈ മാർക്ക് ഉള്ളതുകൊണ്ടല്ല, നന്നായിട്ട് പഠിച്ചതുകൊണ്ട് നല്ല മാർക്ക് കിട്ടി. അതുപോലെ തന്നെ ആരാണോ നന്നായിട്ട് ചെയ്യുന്ന അവരുടെ സൈറ്റ് ആദ്യം വരും. ക്ലിയർ ആയോ? ഇല്ല. സൈറ്റൊക്കെ ഫാസ്റ്റ് ചെയ്യല് നമ്മൾ തന്നെയാണോ? അല്ലല്ലോ. ഗുഡ് ചോദ്യം. അതൊക്കെ വെബ്സൈറ്റ് ഡെവലപ്പറിന്റെ പരിപാടിയാണ്. നമ്മൾ അതിനൊക്കെ അഡ്രസ് ചെയ്ത് കൊടുക്കും. അതെങ്ങനെ കണ്ടെത്തണം നമുക്ക് പറഞ്ഞുതരാം. അതൊക്കെ അതേ പറയാം. ഡിജിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിന്റെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ആളാ. വെബ്സൈറ്റിന് ഇഷ്യൂ ഉണ്ടോ, നമ്മൾ അവനോട് ചെയ്യാൻ പറയും. കണ്ടന്റിന് ഇഷ്യൂ ഉണ്ടോ, കണ്ടന്റ് റൈറ്ററിനോട് ചെയ്യിപ്പിക്കും. നല്ല ബാനറുകൾ വേണം, ബാനറിനോട് ചെയ്യിപ്പിക്കും. ഒരു ഡിജിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് ബിസിനസ് കൊണ്ടുകൊടുക്കുന്ന ആളാണ്.
അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളെ മാർക്കറ്റിംഗ് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ഷൈൻ ചെയ്യൂ. അത് വെറുതെ ചെയ്ത് നിങ്ങളൊരു ബിസിനസ് കൊണ്ടാണ് നിങ്ങൾക്കും യു ക്യാൻ മേക്ക് എൻ നമ്പർ ഓഫ് മണി. നിങ്ങൾക്ക് ആ സ്കില്ല് വേണം. നമ്മൾ മാർക്കറ്റ് ചെയ്യണം. നമുക്ക് എങ്ങനെ ഇന്റർനെറ്റ് ബിസിനസ് കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഒട്ടുമിക്കവരും സക്സസ് അല്ലാത്തവർക്ക് മാർക്കറ്റിംഗ് മൈൻഡ് സെറ്റ് ഇല്ല. മാർക്കറ്റിംഗ് മൈൻഡ് സെറ്റ് വേണം അതിന്. അല്ലാതെ ഞാനതാണ് പലരോടത്തും ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ ഒരു വീഡിയോ കണ്ടിട്ട് ജോയിൻ ചെയ്യാൻ പറഞ്ഞതിന്റെ കാര്യം. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശ്രുതി ഞാൻ പറഞ്ഞിട്ടുണ്ടത്. അതുകൊണ്ടാണ് എല്ലാവരും ഒരുപാട് പേര് മാർക്കറ്റിൽ പോയി ജോയിൻ ചെയ്യാണ്. അവർക്ക് ഇതിലെ വേറൊന്ന് ടെക്നിക്കൽ ജോബാന്ന് പറഞ്ഞ ജോലി. ഡെഫിനറ്റ്ലി ഇത് ടെക്നിക്കലാണ്, പക്ഷെ മാർക്കറ്റിംഗ് മൈൻഡ് സെറ്റ് വേണം. നിങ്ങളത് ചിലപ്പോൾ ഉണ്ടാവില്ല, പക്ഷെ സ്ലോലി ഡെവലപ്പ് ചെയ്യണം. അല്ലെങ്കിൽ ആ മാർക്കറ്റിംഗ് മൈൻഡ് സെറ്റ് താല്പര്യമുള്ളവരായിരിക്കണം. ഇതെന്തോ ടെക്നിക്കൽ ജോബ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ജോബ് അല്ലത്. ഇത് മാർക്കറ്റിംഗ് ജോബാണ്, പക്ഷെ ടെക്നോളജി ഉപയോഗിക്കണം നമ്മൾ. അപ്പൊ ടെക്നിക്കൽ അറിവ് വേണം, ശരിക്കും നല്ല രീതിയിൽ വേണം. എത്രയോ അറിവുണ്ടാവണം. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന്റെ അത്ര ലെവൽ ഉണ്ടെങ്കിൽ അത്രയ്ക്കോ നല്ലതാണ്. അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഐഡിയ കിട്ടുക സ്ലോലി. ഞാൻ ആദ്യം ടെക്നിക്കൽ പേഴ്സൺ ആയിരുന്നു. എനിക്കറിയില്ലായിരുന്നു ഇതിന് മാർക്കറ്റിംഗ്. ഞാനിതൊന്ന് പഠിച്ചു വന്നു. കുറച്ച് 2-3 ഇതൊക്കെ ചെയ്തു തുടങ്ങി 3-4 വർഷം കഴിഞ്ഞപ്പോഴാണ് അറിയണത് ഇത് മാർക്കറ്റിംഗ് മൈൻഡ് സെറ്റ് വേണമല്ലോ എന്ന്. എന്നാണോ എനിക്ക് ആ തിരിച്ചറിവുണ്ട്, അതിന് ശേഷമാണ് ഞാനൊരു ക്ലയന്റ് വേണ്ടിയിട്ട് 1 മില്യൺ എൻക്വയറി ഒക്കെ ജനറേറ്റ് എന്ന് പറഞ്ഞില്ലേ, അതിൽ നിന്ന് ഞാൻ ആ മാർക്കറ്റിംഗ് മൈൻഡ് സെറ്റ് പഠിച്ചതുകൊണ്ടാണ്. അതിന് വേറൊരു ഗെയിമാണ് മാർക്കറ്റിംഗ് മൈൻഡ് സെറ്റ്. ഞാൻ ഒന്നും കൂടി അതിനെ സിസ്റ്റമാറ്റിക്കലി പഠിക്കാനായി ലണ്ടനിൽ പോയി പഠിച്ചത്. മാർക്കറ്റിംഗ് പഠിക്കാൻ ലണ്ടനിൽ പോകണമെന്നില്ല, അതൊരു മൈൻഡ് സെറ്റാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒട്ടുമിക്കവരും പോയി ജോയിൻ ചെയ്യാണ് ഒരുപാട് കോഴ്സിന്. ജോയിൻ ചെയ്തിട്ട് ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അയ്യോ ഇത് എന്തിട്ട് ജോബാ, അറിയില്ല എന്തിനാ പോയി പഠിക്കണേ. ആ കൃത്യം ഗൈഡൻസ് കൂടി പോയാലാണ് നിങ്ങൾക്ക് അതിനെ ഇങ്ങനെയാണെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ? അപ്പൊ നേരത്തെ ഇതുപോലത്തെ എന്ത് ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുക, നിങ്ങളുടെ മനസ്സിലുള്ള നിങ്ങൾ ധൈര്യമായിട്ട് ചോദിച്ചോളൂ. ഞാൻ വീണ്ടും പറയണം, നിങ്ങൾ എന്ത് തോന്നുന്നുണ്ട് ചോദിച്ചോളൂ. ഇപ്പൊ നേരത്തെ ഒരു ആഡിനെ കുറിച്ച് ചോദിച്ചു, അപ്പൊ ഞാൻ പറഞ്ഞ ആ ടോപ്പിക് എടുക്കുമ്പോൾ പഠിപ്പിക്കും. ചിലത് ഞാൻ അപ്പൊ തന്നെ ആൻസർ ചെയ്യും. നേരത്തെ എന്നോട് ചോദിച്ചു വേറെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട്, അപ്പൊ അതിനെ കുറിച്ച് ടോപ്പിക് എടുക്കുന്നുണ്ട്, അപ്പൊ നിങ്ങൾ ഒന്നും കൂടി പഠിക്കും. ക്ലിയർ? അപ്പൊ എന്തുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലുള്ള ചോദിച്ചോളൂ, എല്ലാം നിങ്ങൾക്ക് കവേർഡ് ആവാം. ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ വെരി സപ്പോർട്ടീവ് ആണ്. കോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്റെ സ്വഭാവം വേറെയാണ്. കാരണം ഞാൻ അവൈലബിൾ ആവില്ല. നിങ്ങൾ എന്നെ വിളിക്കുകയില്ല, കാരണം നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയി പോവുകയും ചെയ്യും. എന്നെ വിളിക്കാറില്ല, എന്റെ സ്റ്റുഡൻസ് എന്നെ വിളിക്കാറില്ല, അപൂർവങ്ങളായിരുന്നു. കാരണം അവർ ഇൻഡിപെൻഡന്റ് ആണ്. നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഒരു പ്രോബ്ലം വന്ന കാരണം എന്ത് മാറ്റങ്ങൾ വന്ന ഫീൽഡാണ് എന്ന് നിങ്ങൾക്ക് ഒരാൾ വിളിച്ചു ചോദിക്കാൻ പറ്റില്ല. അപ്പൊ ഒരു പ്രോബ്ലം വന്ന എവിടെ നെറ്റിൽ പോയി സെർച്ച് ചെയ്തൊക്കെ നിങ്ങൾ പഠിക്കും, ഇൻഡിപെൻഡന്റ് ആവുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് സെർച്ച് ചെയ്യാൻ പറയുന്നത്, നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, നിങ്ങൾ എന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് ചെയ്തു തന്നെ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ എക്സ്പെർട്ട് ആയിട്ട് വരും. ക്ലിയർ ആയോ? അപ്പൊ ഇതാണ് ഗൂഗിളിന്റെ അൽഗോരിതം. അല്ലെങ്കിൽ എന്താണ് ഗൂഗിൾ അൽഗോരിതം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഗൂഗിൾ ഇങ്ങനെ അൽഗോരിതം വച്ചിരിക്കുന്ന ഹൈ ക്വാളിറ്റി സൈറ്റുകളെ ടോപ്പിലേക്ക് കൊണ്ടുവരുന്നു? എന്തിനാണ് ഹൈ ക്വാളിറ്റി സൈറ്റുകളെ ടോപ്പിൽ കൊണ്ടുവരുന്നത്? യൂസർ എക്സ്പീരിയൻസ് കൂട്ടാൻ. യൂസർ എക്സ്പീരിയൻസ് കൂട്ടിയാൽ മാത്രമാണ് വീണ്ടും ഗൂഗിളിലേക്ക് യൂസർ വരൂ. നിങ്ങൾ ഗൂഗിളിൽ ചെന്ന് സെർച്ച് ചെയ്തു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഇല്ല, ചിലപ്പോൾ നാളെയും വന്നു റിസൾട്ട് ഇല്ല, പിന്നെ നിങ്ങൾ വരവ് നിർത്തും. നിങ്ങൾ വേറെ മീഡിയം കണ്ടെത്താൻ നോക്കും. നിങ്ങൾക്ക് ഇൻഫോർമേഷൻ വേണം, നിങ്ങൾക്ക് കറക്റ്റ് ഇൻഫോർമേഷൻ വേണം. നിങ്ങൾ ഗൂഗിളിൽ കിട്ടിയാൽ നിങ്ങൾ വീണ്ടും വരും. നിങ്ങൾ എന്തുകൊണ്ടാണ് വീണ്ടും ഗൂഗിളിൽ സെർച്ച് ചെയ്യണേ? നിങ്ങൾക്ക് എപ്പോഴും കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണ് കിട്ടുന്നത്? ഗൂഗിളിന്റെ അൽഗോരിതം വർക്കാവാണ് അവിടെ. അൽഗോരിതം നമ്മൾ പഠിക്കുന്നത്. നമ്മൾ അൽഗോരിതം പഠിച്ചിട്ട് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് അത് അപ്ലൈ ചെയ്യാണ്. അതാണ് നമ്മൾ നാളെ തൊട്ട് ചെയ്യാൻ പോണേ. അപ്പൊ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? കീവേഡുകൾ നാളെ 10 കീവേഡ് കണ്ടെത്താൻ നിങ്ങൾ ആലോചിക്കണം. ഇതൊരു കോമൺ സെൻസ് ആണ്. നിങ്ങൾ എന്താണ് ആലോചിക്കേണ്ടത്? നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ ഒരാൾ ഗൂഗിളിൽ പോയി എന്തായിരിക്കും സെർച്ച് ചെയ്യുക? അതായിരിക്കും നിങ്ങൾ എന്താ ആലോചിക്കുക. നിങ്ങളൊരു കീവേഡ് എഴുതി,
ഈ കീവേഡ് ഞാൻ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻ ആണോ വന്നെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. കോമൺ സെൻസ് അപ്ലൈ ചെയ്യണം. നിങ്ങൾ നാളത്തെ കീവേഡുകൾ ഞാൻ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും അത് എന്തോരം കറക്റ്റ്. നിങ്ങൾ ഓരോ കീവേഡ് നിങ്ങൾ തന്നെ പേഴ്സണൽ ചെക്ക് ചെയ്യുക. ഈ കീവേഡ് ഞാൻ സെർച്ച് ചെയ്ത് എന്റെ ഇൻഫോർമേഷൻ ആണോ വരുന്നേ? ഐഡിയ കിട്ടുന്നുണ്ടോ? ഉണ്ട് സർ. വേറെ ഡൗട്ട്? എനി ഡൗട്ട്? സർ കീവേഡിന് ഇന്ന ലിമിറ്റ് ഉണ്ട്? 3 വേർഡ്സ് 4 വേർഡ്സ് അങ്ങനെ എന്തെങ്കിലും? അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിക്കും. നല്ല ചോദ്യം. ഏറ്റവും നല്ലത് മിനിമം ഒരു 2-3 കീവേഡ്. അങ്ങനെ ആയിരിക്കും ആൾക്കാർ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുക. അതിനാണ് പറയുന്നത് ലോങ് ഫ്രേസ് കീവേഡ് എന്ന് പറയും. നമ്മൾ ലോങ് ഫ്രേസ് കീവേഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടുക. ക്ലിയർ ആയോ? ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ 2 തരം കീവേഡ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കും. ക്ലിയർ? യെസ് സർ. എനി ഡൗട്ട്? നോ സർ. ഹാപ്പി? യെസ്. ഗുഡ്. അപ്പൊ ഇത് അതെ. നാളെ ചെയ്തിട്ട് ഞാൻ റെക്കോർഡ് ക്ലാസ് തരാം. നാളെ ഞാൻ പറഞ്ഞ കീവേഡ് ഒക്കെ കണ്ടെത്തിയിട്ട് വരാം കേട്ടോ. ഓക്കെ. അപ്പൊ ഓക്കെ നമുക്ക് സർ. see you tomorrow. ഓക്കെ. Thank you.